ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ വീഡിയോസൊക്കെ കുറവാണ്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. തീരെ വയ്യ കേട്ടോ, നോമ്പ് പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. മക്കൾ രാവിലെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ പണികളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഇഫ്താറിൻ്റെ പണി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ദേ ഒരു സ്കൂൾ വിട്ട് നല്ല ടയേർഡായിട്ട് വന്നിട്ടുണ്ട്. വന്ന ഉടനെ ചിലപ്പോൾ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരുന്നാൽ അതിൽ തന്നെ ആയിപ്പോവും കേട്ടോ. അപ്പോൾ പിന്നെ അവരതേ റെഡിയാക്കി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് നല്ലൊരു ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഫുഡ് എന്തെങ്കിലും റെഡിയാക്കണം. പക്ഷേ പത്തിരി ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പത്തിരി വെച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എന്താ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുക നോക്കിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ബാക്കി നോമ്പിൻ്റെ പണികളൊക്കെ നോമ്പ് തുറക്കാനുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിന് മാംഗോയും പഴവും എടുക്കുന്നുണ്ട്. അതൊന്ന് കഴുകിയതേ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കമൻസ് ഒന്ന് താഴെ ഇടുക. നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുള്ള വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയണത് കേൾക്കാം. അപ്പോൾ ഇപ്പോൾ അധികം വീഡിയോസ് ഇല്ല, ഉണ്ടാവുമ്പോൾ മാക്സിമം ഞാൻ അവരെയും കൂടെ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പത്തിരി വെച്ചിട്ടാണ് കേട്ടോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് പത്തിരിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചിലപ്പോൾ അവർ വേണ്ടാന്ന് പറയും കേട്ടോ. പക്ഷേ ഞാൻ മാക്സിമം അവർക്ക് കിട്ടേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ അവർ കഴിക്കുകയും വേണം. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ. അപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഞാൻ ലിറ്റിൽ ജോയ്സിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് മധുരത്തിനും വേണ്ടിയിട്ട് ജാഗരിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. റിഫൈൻഡ് ഷുഗർ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റ് മാർക്കറ്റിൽ കിട്ടുന്നതിലൊക്കെ റിഫൈൻഡ് ഷുഗറും പാം ഓയിലും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് വന്നിട്ട് റാഗി ആൻഡ് ബജ്രയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലാസിക് ഹേസൽ നട്ട്സിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ് വരുന്നത്. കുട്ടികൾക്ക് കൂടെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇഷ്ടമാവും കേട്ടോ അത്. ഞാനിതേ നമ്മുടെ വൈറ്റ് റൊട്ടിയിൽ ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റോൾ ചെയ്ത് വെക്കും. ഇതിൽ വന്നിട്ട് പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളറോ കാര്യങ്ങളോ പാം ഓയിലോ റിഫൈൻ ഷുഗറോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഫിൽഡ് വിത്ത് ഗുഡ്നെസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇത് ഫ്രൂട്ട്സും നട്ട്സും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കണ്ടില്ലേ നോക്കി നിൽക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കിതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കൂടും കേട്ടോ. ആദ്യം പത്തിരി വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ ഇതേ മുകളിലേക്ക് ഇതുപോലെ ഞാൻ കുറച്ച് സ്പ്രെഡ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഇച്ചു ബേബിക്ക് ഇതിനിപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഫ്രൂട്ട്സ് ബെറീസ് സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറി ഹണി ജാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഹൈ ഫൈബർ, പിന്നെ അതുപോലെ മെയ്ഡ് വിത്ത് റിയൽ 100% സ്ട്രോബെറീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നോ പ്രിസർവേറ്റീവ്സ് ആണ്, നോ ആർട്ടിഫിഷ്യൽ കളർ, നോ ആഡഡ് ഫ്ലേവർ, നോ റിഫൈൻഡ് ഷുഗർ, ജസ്റ്റ് ഒറിജിനൽ സ്ട്രോബെറീസും ഹണിയുമാണ് ഇതിലിട്ടിട്ടുള്ളത്. ഞാൻ ഈ റൊട്ടിയിൽ തന്നെ ഇതിൻ്റെ മുകളിൽ ഈ റൈസ് റൊട്ടിയിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ട് അതേപോലെ റോള് മാത്രം ആണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു പീസായിട്ട് അവർക്ക് വേഗം എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റോടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന സെയിം സാധനം തന്നെ അത് ഡിഫറെൻറ്റ് ഷേപ്പിലും ഒക്കെ ആക്കിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സത്യം പറയാമല്ലോ, അവരുടെ പുറകെ ഇങ്ങനെ നടക്കാൻ വയ്യാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓരോ ഐഡിയാസ് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കും. അപ്പോൾ ഫുഡ് കൊണ്ട് ടേബിളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടത്തോടെ കഴിച്ചോളും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ പക്ഷേ അവർക്ക് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ റൊട്ടി കഴിക്കുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ആക്കിയതാണ്. അങ്ങനെ അത് ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സിന് വന്നിട്ട് പഴമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഇച്ചു ബേബി പഴം സെപ്പറേറ്റ് കഴിക്കും. മറ്റുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കഴിക്കൂല മുഴുവനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യണം. അങ്ങനെ മതി.
ഈ ആവേശം കയറ്റി വിട്ടത് റനക്കുട്ടിയാണ് കേട്ടോ. ശരിക്കും ചെവി അടിച്ചു പോയി. അപ്പം ഞാൻ പറയും ഞാൻ വരുന്നവരെ എടുക്കരുത് എന്ന്. കാരണം എനിക്കവരിങ്ങനെ കഴിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്നാക്സ് ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കുമ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മൾ അത്ര നേരം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതിൻ്റെ. അപ്പോൾ ഇതുപോലെയുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഇതൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ച് ഹെൽത്തിയും കൂടെ ആവണം. പിന്നെ റിഫൈൻഡ് ഷുഗറോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ചോക്ലേറ്റ് സ്പ്രെഡും സ്ട്രോബെറി ഹണി ജാമുമാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. എല്ലാവരും തിരക്ക് പിടിക്കാതെ, എന്താ പറയുക, ഞാൻ നിർബന്ധിക്കാതെ തന്നെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറി കുറേ പണികളുണ്ട് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുറച്ച് നേരം അവരുടെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിനൊരു സമാധാനം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അത് 3 പേർക്കും കൂടെ കട്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫ്രൂട്ട്സിൽ പഴവും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ നട്ട്സ് ചിലപ്പോൾ ഇച്ച് ബേബി വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തിരുന്നിട്ട് അതും കൂടെ കഴിച്ചാലേ ഇനി ഉണ്ടാക്കി തരുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ അതിനും ഓക്കെ പറഞ്ഞു. അങ്ങനെ അതും കഴിച്ചു. അങ്ങനെ ഞാനിതേ ക്ലീൻ ആക്കിയിട്ട് മെല്ലെ കിച്ചണിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നോമ്പുറക്കാനും വേണ്ടിയിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാൻ നമ്മുടെ ബദാം പിസിൻ വെള്ളത്തിലേക്ക് ഇത് തലേ ദിവസം ഇട്ട് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ സെയിൽ ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഇടാം കേട്ടോ. ഇതുപോലെ നമ്മളൊരു 5 സ്റ്റോണ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുന്ന സമയത്ത് അത് നന്നായിട്ട് ജെല്ലി ഫോമിലായിട്ട് വരും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു വനിതാ ദിനത്തിൽ. അപ്പോൾ അതിന് പോയിട്ട് വന്നിട്ട് അവരുടെ ഗിഫ്റ്റും പിന്നെ അവരെ ആദരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ടാക്കുകയാണ്. ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ബദാം പിസിനും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് വെറൈറ്റി റെസിപ്പീസൊക്കെയാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, വന്നോളൂ. വന്നോളൂ. ഇതിൽ കഴുകിട്ടാക്കണം. നമ്മുടെ ഫ്രൂട്ട് സലാഡിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേന്ത്രപ്പഴം ഫ്രൂട്ട് സലാഡിൽ ഇട്ടിട്ട് 4 ആക്കാം. അത് കട്ട് ചെയ്യുമ്പോൾ അതേപോലെ വലുതാക്കിയിട്ട് ഇടരുത്. പക്ഷെ പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കണം. ഈ സാധനം കുറച്ച് പഴുപ്പ് കുറവുണ്ട്. അപ്പോൾ കൂടുതൽ ചെറുതാക്കിയാൽ നല്ല കുഞ്ഞതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അമ്മി ഫ്രൈഡ് ബർഗർ കഴിക്കാം, പാറ്റി കഴിക്കാണ്ടിരുന്നാൽ പോരെ. പുറത്തുനിന്ന് വാങ്ങി എൻ്റെ കുട്ടികൾ ബർഗർ കഴിക്കൂല. എൻ്റെ പൈസ ഇല്ല. അങ്ങനെ കുട്ടികളെ തിന്നേണ്ടത് അമ്മി. അത് ലൈക്ക് അമേരിക്കൻ ബ്രാൻഡ്സ് ആണ് അങ്ങനത്തെ ഇതാക്കുന്നത്. ഫ്രൂട്ട് സലാഡിൽ ഏറ്റവും വലിയ പണി കട്ടിങ് ആണ്. ഇത്ര മുന്തിരി ഇടുവോ? എന്താണെന്നറിയോ, ഒരു ഭംഗിയില്ലാതെ കട്ടി. അപ്പോൾ ആ ഫ്രൂട്ട് സലാഡിൻ്റെ ഭംഗി പോകും. നമ്മൾ കഴിക്കുകയാണെങ്കിലും അതൊരു ഡീസൻ്റ് ആയിട്ട് നല്ല മനസ്സൊന്നും അറിയണം, വേറൊന്നും അറിയണം. ഇഷ്ടത്തോടെ ഉണ്ടാക്കണം. కొంచెం സ്നേഹത്തോടെ ഉണ്ടാക്കണം. ഈ കട്ടിങ്ങിനൊക്കെ ഇത്രയും പ്രാധാന്യം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടേസ്റ്റിലും ഒക്കെ ഒരു മാറ്റം വരുത്തിക്കൂട്ടോ. നമ്മൾ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതല്ലാതെ എല്ലാം കുറച്ചൊരു ഭംഗിയിൽ ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത ഒരു ടേസ്റ്റും ആയിരിക്കും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ കത്തി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓർഡർ എടുക്കുന്നുണ്ട്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അണ്ടിപ്പരിപ്പും ബദാമും ഇത് കറി വെക്കാനും വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്നതാണ്. ഇന്ന് ഒരു മട്ടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേ ആപ്പിള്, നേന്ത്രപ്പഴം, മുന്തിരി അതുപോലെ കട്ട് ചെയ്തത്. ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ എന്താ പറയുക ഓറഞ്ച് ഇടാറില്ല കേട്ടോ, ഒരു പുളിപ്പ് വരും എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേ നമ്മുടെ ജെല്ലി ഈ ഒരു ഫോമിൽ, ജെല്ലി അല്ല
നമ്മുടെ ബദാം പീസിന് ഈ ഒരു ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 5-6 കല്ല് മാത്രമേ ഞാനിതിൽ ഇട്ടിട്ടുള്ളൂ. ഈ പാത്രം ഫുള്ളായിട്ടായത് അത്രയും ക്വാണ്ടിറ്റി ഇട്ടിട്ടാണ് കേട്ടോ. വെറും 5 കല്ല് മാത്രം. നമുക്കൊരു 3-4 ദിവസം അല്ലെങ്കിൽ 8-10 ദിവസങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇത്രയും നമുക്ക് മതി. നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് തരും. അതുപോലെ ആമാശയത്തിന് തണുപ്പ് തരിക, നമ്മുടെ മുടിക്ക് നല്ലതാണ്. പിന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ബദാം പിസിൻ. ഇതിൽ പല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. ചിലതിലൊക്കെ ഇത് വന്നിട്ട് ഒരുപാട് മണ്ണടിഞ്ഞു കൂടിയിട്ട് ചെടികളുടെ ഓരോ സാധനങ്ങൾ അടിഞ്ഞു കൂടിയിട്ടൊക്കെ ഉണ്ടാവും. അതിന് പൊതുവെ വില കുറവായിരിക്കും. പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് ഇടയിൽ കൂടെ ഇങ്ങനെ മിക്സായി വരും. ഇത് വന്നിട്ട് ബദാം മരത്തിൻ്റെ ഒരു പശയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കിയിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലേക്ക് എന്താണോ യൂസ് ചെയ്യുന്നത് സെയിം സാധനമാണ് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഫ്രൂട്ട് സലാഡിലേക്ക് എല്ലാ ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരി ഈ വക സാധനങ്ങൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ക്രീം ഇട്ട് കൊടുത്തു. പിന്നെ കസ്റ്റാർഡ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ബദാം പിസിൻ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ വെള്ളം കലക്കുകയാണെങ്കിലും പായസം ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ എന്തിനും ഇത് ഇട്ട് കൊടുക്കാം. ഇതിന് സ്പെഷ്യൽ ടേസ്റ്റ് ഇല്ല. അതിന് പകരം നമ്മൾ എന്തിലാണോ ഇടുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിലേക്ക് വരുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി ബദാം പിസിനോട് കൂടിയുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്ത് പോയിട്ട് നല്ല ഭംഗിയിൽ കാണിക്കാനും വേണ്ടിയിട്ട് ഇത് ക്ലിപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈ വെയിറ്റ് അറിയും പോലും ഇല്ല അവര് കഴിക്കുമ്പോ. ഞങ്ങള് പുറത്ത് വന്നിട്ട് ഷൂട്ട് വൈറ്റ് ആയതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ച് പിന്നെ എനിക്ക് കാക്കപ്പിട്ടല്ലേ അവര് കഴിക്കുമ്പോ അറിയ പോലും ഇല്ല. സെയിം കളർ അതിന് ഭംഗി കാണാൻ വേണ്ടിട്ട് പുറത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്തതാ. വാവ്, ഈ കുറച്ച് ബദാമും കൂടെ ഇല്ലേ. നിങ്ങക്ക് നല്ല ക്ലിപ്പ് ഇട്ടാ ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു. അതെ ഗായ്സ്, ഇത് ഭംഗിയിൽ കാണിക്കാൻ നട്ട വെയിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ നട്ട പൊരിഞ്ഞ വെയിൽ എന്ന് പറയില്ലേ, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു കൊടുത്താ. ഇത് യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബാക്കിൽ പോയാലേ കാണുള്ളൂ. ഉള്ള അലങ്കോലാണ്. വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട്. ഓക്കെ, വെയിൽ പോയി. നമുക്ക് വേണ്ടിയിട്ട് അടിച്ചു പോലെ. നമ്മൾ റെസിപ്പി മാത്രമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ലൈറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തു പോയി നിന്നതായിരുന്നു. പിന്നെ ഇതേ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കട്ട് ചെയ്ത ബദാം ഇതുപോലെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് കഴിക്കേണ്ടത്. രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഓരോ ഫ്രൂട്ടിൻ്റെ ഇടയിലും ആ ഒരു ടേസ്റ്റ് നിൽക്കും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഗസ്റ്റൊക്കെ വരികയാണ്, ഇനിയിപ്പോൾ പെരുന്നാളിന് നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തു വിടാനൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കും ഇതിനെന്താണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളത്. നമ്മുടെ ബദാം പിസിന് ഒരു പ്രത്യേകത ഒരു ടെക്സ്ചറും കാര്യങ്ങളും അല്ലേ. അപ്പോൾ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതേ എൻ്റെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം റണിക്കുട്ടി ഇത് ക്ലിംഗ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് കുറേ റെസിപ്പീസ് ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ തന്നെ നമ്മൾ കുക്കിങ്ങിനും വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നേ. റണിക്കുട്ടിക്ക് ബോർഡ് എക്സാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ അവളില്ലാതെ പറ്റേയില്ല. അപ്പോൾ അവളുടെ ബോർഡ് എക്സാം നോക്കിയിട്ടൊക്കെയാണ്, ഇടയിലുള്ള ഏതെങ്കിലും ഗ്യാപ്പൊക്കെ കിട്ടുകയാണെങ്കിലാണ് അവളെ വിളിക്കാറുള്ളൂ. അവൾ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും, ഹലോ മാർക്ക് പറഞ്ഞാൽ എന്നെ പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും നീ വരിക വേണ്ട, നീ പോയി പഠിച്ചോ എന്നിട്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവൾക്കൊരു വിഷമാവും. പിന്നെ ഇതേ നമ്മുടെ ഡ്രിങ്കിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ റനക്കുട്ടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ ബേസിൽ സീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് റോസ് മിൽക്ക് പാലിലിട്ടിട്ട് അടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു ബോൾ പോലെയുള്ള ഷേപ്പിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് വിടും. ബാക്കിയുള്ള പീസസ് വന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു റോസ് മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കും. എന്താണ് മൊഹബത്ത് ക അങ്ങനെ എന്തോ പറഞ്ഞു അവൾ അതിൻ്റെ പേര്. റൂഅഫ്സയും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തോ അടിച്ചതാണ് കേട്ടോ.
അപ്പോൾ ബോൾസ് കട്ട് ഫ്രൂട്ട്സിനും വെക്കാം, ഇതിൻ്റെ മുകളിലും ഇടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇത് അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഡ്രിങ്കും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇന്നുണ്ടാക്കിയ ബാക്കിയുള്ള റെസിപ്പീസൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് നീളത്തിൽ അങ്ങോട്ട് പോവും, പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും ഇതിലുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ റെസിപ്പീസ് എന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമൻറ്റിലൊന്ന് പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ജ്യൂസ് എങ്ങനെയുണ്ട്, കാണാൻ നല്ല രസമുണ്ട് അല്ലേ, കുടിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ.